സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, അവിടെ എരുമേലിയിൽ ഈ വാപുരസ്വാമി ക്ഷേത്രം ഉയരുന്നത് വാവർ പള്ളിക്ക് തൊട്ടടുത്ത് തന്നെയാണല്ലോ. ഞങ്ങൾ അവിടെ പോയി കണ്ടു. ആ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വിടുകയാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെയൊരു നിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന്റെ ബിൽഡിംഗ് പെർമിറ്റ് വേണമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പെർമിറ്റ് ഇല്ലാതെ ഈ നിർമ്മാണം തുടങ്ങുവാൻ തീരുമാനിച്ചത്? അതിലേക്ക് വരാം. അതിനു മുൻപ് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. എരുമേലിയിൽ വാവര് പള്ളിക്കും വലിയമ്പലത്തിനും മധ്യയായിട്ടാണ് ഇങ്ങനെയൊരു നിർമ്മാണം അവിടെ തുടങ്ങിയത്. നിർമ്മാണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബാലാലയ പ്രതിഷ്ഠ വാപുരസ്വാമിയുടെ നടത്തുവാനാണ് തീരുമാനിച്ചിരുന്നത്. ഇന്നാണ് ആ പ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ വന്നതിന് പിന്നാലെ അവിടെ ബാലാലയ പ്രതിഷ്ഠ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഉത്തരവ് കിട്ടിയതിന് ശേഷം ബാലാലയ പ്രതിഷ്ഠയിലേക്ക് പോകുവാനാണ് ഇപ്പോൾ അവിടുത്തെ ഈ സംഘാടകരുടെ തീരുമാനം. ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ക്ഷേത്രം ഉയരുന്നത് എങ്കിൽ പോലും ഇതിന് പിന്നിൽ നിരവധി സംഘടനകളുണ്ട്. അവരുടെ ഒരു കൂട്ടായ്മ, ഹിന്ദു സംഘടനകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. VHP ഈ കേസിൽ കക്ഷിയായിരുന്നു. VHP ഈ കേസിൽ കക്ഷി ചേർത്തതാണ്. ഹർജി നൽകിയ ആൾ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരാണ് KK പത്മനാഭൻ. അദ്ദേഹം പറഞ്ഞിരുന്നത് VHPക്ക് ഈ നിർമ്മാണത്തിൽ പങ്കാളിത്തമുണ്ട് എന്നതിനാൽ VHPയെ കൂടി കക്ഷി ചേർക്കുകയായിരുന്നു. പക്ഷേ VHP പറയുന്നത് ഞങ്ങൾക്ക് ഈ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധമില്ല എന്നാണ്. പക്ഷേ ഹൈന്ദവ സംഘടനകളുടെ നിരവധി യോഗങ്ങൾ ഇതിന് മുന്നോടിയായി നടന്നതുമാണ്. ദേവപ്രശ്നം നടത്തിയതാണ്. ദേവപ്രശ്നത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പങ്കെടുത്തതാണ്. ഇതെല്ലാം രേഖകൾ തെളിവുള്ളതാണ്. അതുമാത്രമല്ല, ദേവപ്രശ്നം നടന്ന തീയതിയും ബോർഡും ഒക്കെ അവിടെ ഈ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ, ആ ഭൂമിയിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചേരുകയാണ്. അനിൽ, എന്തായാലും ക്ഷേത്ര നിർമ്മാണത്തിന് ഇപ്പോൾ സാങ്കേതികമായ ഒരു തടസ്സം നിൽക്കുകയാണല്ലോ, ബിൽഡിംഗ് പെർമിറ്റ്. എന്തുകൊണ്ടാണ് ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ക്ഷേത്ര നിർമ്മാണവും തുടങ്ങുവാൻ തീരുമാനിച്ചത്? ക്ഷേത്ര നിർമ്മാണത്തിന് തടസ്സമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ കെട്ടിടം പണിയുന്നതിന് എരുമേലി പഞ്ചായത്തിന് യുക്തമായ നടപടി സ്വീകരിക്കാമെന്നും, എന്നുവെച്ചാൽ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ കെട്ടിടം പണിയുന്നതിന് എതിരായിട്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ അത് എനിക്കറിയില്ല. കാരണം അതൊരു വ്യക്തിയുടെയാണ്. അദ്ദേഹം അപേക്ഷ കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്രവും പണിയുന്നില്ല, അപേക്ഷയും കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് സംഘടനാപരമായി പറയാൻ സാധിക്കും. വ്യക്തിയുടെ എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഒരു വ്യക്തി മാത്രമല്ലല്ലോ ഇതിന് പിന്നിലുള്ളത്. മാത്രമല്ല, ജോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വസ്തുവാണ്. അദ്ദേഹം ജ്യോതിഷിനെ കൊണ്ടുവന്ന് നടത്തിയതല്ലല്ലോ, ഇത് സംഘടനകൾ ചേർന്ന് തന്നെ നടത്തിയിട്ടുള്ളതാണ്. ഒരു സംഘടനയും ചേർന്നിട്ടില്ല, ഔദ്യോഗികമായി ഒരു സംഘടനയും ചേർന്നിട്ടില്ല അതിന്റെ പിറകിൽ. പിന്നെ ഈ ദേവപ്രശ്നം നടത്തിയത് ആരാണ്? ദേവപ്രശ്നം നടത്തിയ ജോഷി പ്രഭാകർ വിളിച്ച ജ്യോതിഷ പണ്ഡിതന്മാരായിരിക്കാം. അവിടെ വ്യക്തിപരമായി സംഘടനാ ചുമതലയുള്ള കാര്യകർത്താക്കൾ, BJP നേതാക്കന്മാരും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ ധാരാളം നേതാക്കന്മാർ ആ ദേവപ്രശ്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകാം. അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ ഹരി, അല്ലെ, ഹരി ആണല്ലോ പേര്, ഹരി ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ഹരി, എന്താണ് ഇപ്പോൾ? ഹലോ, പറഞ്ഞോളൂ സാറേ, പറഞ്ഞോളൂ. ഇങ്ങനെ ഒരു വാപുരസ്വാമി ക്ഷേത്രം അവിടെ ഉയരേണ്ടതുണ്ടോ എരുമേലിയിൽ? അതും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. വാവൂര് പള്ളിക്ക് ഏതാണ്ട് ഒരു 100 മീറ്ററിനുള്ളിൽ തന്നെയാണ്. അതെ, നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? സാറേ, നമ്മൾ അത് അങ്ങനെ ഒരു സംഭവം അവിടെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പൂർവ്വീകർ നമ്മൾ അതങ്ങനെ ഒരു സംഭവം നടന്ന് കൊണ്ടുവന്നിരുന്നതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് നടത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപ്പുറത്ത് വാവര് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ മതസൗഹാർദ്ദമായിട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണപരമായിട്ടൊരു സംഭവം വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, ഇത് അറിഞ്ഞിരുന്നതാണല്ലോ അല്ലെ? ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അദ്ദേഹം VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയാണ് ഇത് നടത്തുന്നത് എന്നാണ്. അങ്ങനെയാണോ? ഒരു വ്യക്തിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവമാണോ ഇത്? അദ്ദേഹം ഒറ്റയ്ക്കാണോ ഇത് നടത്തുന്നത്? അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല. ഇപ്പോൾ സാർ എന്നെ വിളിച്ച് സംസാരിച്ചതനുസരിച്ചാണെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകതരം ആ സ്ഥലത്ത് തന്നെ അങ്ങനെ ഒരു അത് ഉയർന്നു വരുമ്പം അത് മറ്റുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടവരുത്താൻ സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെതിരാണ് അല്ലെ? സ്വാഭാവികമായിട്ടും എതിരാണ് ഇതിന്. പക്ഷേ അവിടെ ഒരു സാങ്കേതികമായ മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഹരി. ഇപ്പോൾ ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് അവിടെ ഈ ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇവർ പഞ്ചായത്തിൽ പോയി ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങും. പിന്നെ അവിടെ എന്ത് തടസ്സം വരാനാണ്? അല്ല, അത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട വാവര് സ്വാമിയുടെ പിന്നെ നമ്മൾ മതസൗഹാർദ്ദപരമായിട്ടൊരു പിന്നെ ഭക്തിപരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതേ പേരിൽ ഒരു സംഭവം വരുന്നതിനോട്
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതുമൂലം മറ്റൊരു ബുദ്ധിമുട്ടുകളോ ആർക്കും പ്രശ്നങ്ങളോ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതനുസരിച്ച് നോക്കുമ്പോൾ വ്യക്തിപരമാണെങ്കിലും അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ശരി, ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരണം. അനിൽ വിളയിലുണ്ട്. അനിൽ, ഈ വിശ്വാസികൾ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന്. അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ ഒരു പ്രതിനിധിയായ ഹരിയാണ് ഇപ്പോൾ സംസാരിച്ചത്. അനാവശ്യമായിട്ട് ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണമാകുമെന്നാണ് ഇപ്പോൾ ഹരി പറയുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ VHPക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാവുന്നതല്ലേ? അനിലേക്ക് തിരിച്ചു വരാം. എന്തായാലും VHP ഇതിൽ ഇല്ല എന്ന് പറയുമ്പോഴും VHPയുടെ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. വാപുരസ്വാമി ക്ഷേത്രമാണ് വേണ്ടത് എന്നുള്ള നിലപാട് VHPക്കുണ്ട്. പല യോഗങ്ങളും ഇതിനു വേണ്ടി നടന്നിട്ടുള്ളതാണ്, അതിന് തെളിവുകളും ഉള്ളതാണ്. അതുമാത്രമല്ല, ഒരു വ്യക്തി ജോഷി എന്ന തിരുവനന്തപുരം ഗൗരീശപട്ടം സ്വദേശിയായ ജോഷിയുടെ ഭൂമിയിൽ ഉയരുമ്പോൾ ജോഷി ആണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈ എടുക്കുന്നത്, മറ്റാരുമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവിടെ ഒരു ദേവപ്രശ്നം നടന്നതാണ്. ദേവപ്രശ്നത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ വന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ആ ദേവപ്രശ്ന സമയത്ത് ഇവിടെ എരുമേലിയിൽ ഉണ്ടായിരുന്നു. ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് എന്ന രീതിയിലാണ് വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനിൽ, നേരത്തെ ഹരി അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ പ്രതിനിധിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആവശ്യമില്ല എന്നാണ് വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ. അവിടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് വാവര് പള്ളിയുണ്ട്. വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും. ഹിന്ദു പരിഷത്തിന്റെ സംഘടനാപരമായ കാര്യകർത്താവ് എന്ന രീതിയിൽ ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഒരു സംഘടനയോ വാപുരന്റെ ഒരു ക്ഷേത്രം അവിടെ പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വേണം. കാരണം ഈ ഭാരതത്തിലെ ഒരു പൗരന്റെ അവകാശമാണ് ഒരു ആരാധനാമൂർത്തിയെ പ്രതിഷ്ഠിക്കാനും പൂജിക്കാനുമുള്ള അവകാശം എന്ന് പറയുന്നത്. ഹരി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കും അയാൾ പറഞ്ഞത്. സംഘടനാപരമായിട്ടും ഈ നാട്ടിലെ പ്രബലമായിട്ടുള്ള സനാതന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വാപുരന്റെ അദ്ദേഹത്തിന് അചഞ്ചലമായ ശബരിമല അയ്യപ്പ വിശ്വാസമുള്ള ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് അയ്യപ്പനെയും വാവരെയും ചേർത്ത് അദ്ദേഹം പറയുന്നത്. അയ്യപ്പ വിശ്വാസം ഉള്ളത് ഹരിക്ക് മാത്രമല്ലല്ലോ അയ്യപ്പ വിശ്വാസം ഉള്ളത്. അല്ലല്ലോ, ഈ വാവർ എന്ന സങ്കല്പം തന്നെ വേണ്ട എന്ന് നിലപാടെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ വാപുരസ്വാമി ക്ഷേത്രത്തിനായിട്ട് വാദിക്കുന്നത്. സങ്കല്പമല്ല, വാപുരൻ എന്ന് പറയുന്നൊരു ശിവഭൂത ഗണമാണ്. ദൈവത്തിന് തുല്യമായ സ്ഥാനമാണ് സനാതന വിശ്വാസികൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂലമന്ത്രം പോലും ലഭ്യമാണ്. ഹരിക്ക് അത് അറിയാവോന്ന് അറിയില്ല. അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അവിടെ ക്ഷേത്രം ഉയരുന്നതിന് എല്ലാവരും അനുകൂലമാണ്. വാവറിനെതിരല്ല. നൈനാർ പള്ളിയിലെ വാവർ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാർ അവിടെ പോയി അദ്ദേഹത്തിന്റെ പൂജിച്ചോട്ട്. അതുകൊണ്ട് കാര്യമില്ലല്ലോ. വാപുര ക്ഷേത്രം ഉയർന്നുകൊണ്ട് ഇത് എതിർപ്പുണ്ടാവില്ല. രണ്ടിടത്തും ആൾക്കാർ പൊക്കോട്ട്. അതല്ലേ മതേതരത്വം എന്ന് നാട്ടുകാർ പറയുന്നത്. ആ മതേതരത്വം ഉണ്ടായിക്കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. ഹരി, ഇതാണ് VHPയുടെ നിലപാട്. മതേതരത്വം ഉണ്ടാകണമെങ്കിൽ വാപുരനും വേണം വാവരും വേണമെന്നാണ് VHPയുടെ നിലപാട്. അതെ, അങ്ങനെയാണ് നാട്ടിലെ. ഹരി പറയട്ടെ. ഹരി, അല്ല, നമ്മള് ആചാരപരമായിട്ട് നേരത്തെ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഞാൻ അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. നമ്മൾ സൗഹാർദ്ദപരമായിട്ട് പോകുന്ന സമയത്ത് അതേ പേരിൽ ഒരു സംഭവം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും അത് അനുകൂലമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച്. കൂടുതൽ ഞാൻ അതിനെ ഒന്നും അറിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും താങ്കൾക്ക് ഈ ഒറ്റ നോട്ടത്തിൽ ആണെങ്കിൽ വാവര് ഇപ്പോഴുള്ള വാവര് പള്ളിയും ഒരു സംഭവത്തില് നമ്മൾ അതിനൊരു ഇതൊരു കാഴ്ചപ്പാടില് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമായിട്ടാണ് എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നത്. അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. സൗഹാർദ്ദപരമായിട്ട് പോകുന്ന കാര്യങ്ങളെ സൗഹാർദ്ദപരമായിട്ട് തന്നെ നമ്മൾ കാണുന്നില്ല. അപ്പൊ അതിനൊരു തടസ്സമുണ്ടാകാത്ത രീതിയിലോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിലോ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഹിന്ദു ധർമ്മം നമ്മളെല്ലാവരും പാലിക്കുന്നവരാണ്. അതൊക്കെ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതേ ഉള്ളൂ. അനില്, ദേവസ്വം ബോർഡും ഇതേ നിലപാടിൽ തന്നെയാണ് കേട്ടോ. മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദിയാണ് എരുമേലി. അവിടെ ഇപ്പോൾ ഒരു വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണവും ആ രീതിയിലായിരുന്നു. മതസൗഹാർദ്ദം തകർക്കുവാനേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇടയാവുകയുള്ളൂ എന്ന്. ഞാൻ ഒരു യാത്രയിലാണ്. ഞാനൊന്ന് കട്ട ആവുകയാണ്, ട്രെയിനിൽ ഇറങ്ങുക. ശരി അനിൽ, നന്ദി. ഹരി, അനിൽ, എന്തായാലും നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ VHPയുടെ നിലപാടും. അത് തന്നെയാണ്. വാപുരസ്വാമി ക്ഷേത്രം എരുമേലിയിൽ ഉയരണം എന്നാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തിന്റെ പ്രതിനിധിയായ ഹരി പറഞ്ഞത്. വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ മറ്റൊരു ക്ഷേത്രത്തിന്റെ ആവശ്യം അവിടെയില്ല. നിലവിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു വേദിയാണ്, തിളങ്ങുന്ന ഒരു വേദിയാണ് എരുമേലി എന്നുള്ളതാണ്. അവിടെ മറ്റു രീതിയിലുള്ള സ്പർദ്ധകൾ ഉണ്ടാക്കരുത് എന്നാണ്. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ദേവസ്വം ബോർഡിന്റെ നിലപാട് കൃത്യമാണ്.
എന്നുള്ളതാണ്. അത് മാത്രമല്ല ഹർജിക്കാരൻ ഒരു ദേവസ്വം ബോർഡിന്റെ മുൻ ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം ബോർഡിന് ഈ ഹർജിയിൽ പങ്കാളിത്തമുണ്ട്. ബാബുരസ്വാമി ക്ഷേത്ര നിർമ്മാണം തടയുവാൻ ദേവസ്വം ബോർഡിന് താല്പര്യമുണ്ട്. അതിനാൽ ഒരു ഹർജിക്കാരനെ ഇറക്കിയതാണ് എന്നുള്ള ആരോപണം BHP പോലെയുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചതുമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് നേരിട്ട് ഇതിനകത്ത് ഇടപെടില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നിർമ്മാണത്തെ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല. നിലവിൽ അങ്ങനെയാണ് മഞ്ജുഷ. അതായത് നിർമ്മാണത്തെ അംഗീകരിക്കോ നിർമ്മാണത്തെ എതിർക്കാനോ എങ്ങനെ കഴിയുമെന്ന് അറിയില്ല. ഒരു പക്ഷേ കോടതിയിൽ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം ചോദിച്ചേക്കാം. ആ ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് ഇതേ നിലപാട് തന്നെയായിരിക്കും പറയാൻ സാധ്യത. പക്ഷെ അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രി അടക്കം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനൊരു വാവർ എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ശബരിമല സന്നിധാനത്തുള്ള വാവര നട അത് ഇങ്ങനൊരു സങ്കല്പം ചരിത്രപരമായ ഫലത്തിലില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു ചില കത്തുകളൊക്കെ ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വന്നിരുന്നതാണ്. പക്ഷെ തങ്ങൾ അന്ന് തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ചരിത്രപരം തന്നെയാണ് വാവർ അയ്യപ്പൻ ബന്ധം എന്നുള്ളതാണ്. അത് മതസൗഹാർദ്ദം എന്ന നിലയിലും വളരെ പ്രസക്തമായി നിൽക്കുന്ന കേരളത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി എരുമേലി മാറുന്നു വരും. എരുമേലിയുടെ ഒരു മുഖം തന്നെ അങ്ങനെയാണ്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സങ്കല്പത്തെ അട്ടിമറിക്കാൻ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ഒരു സ്വകാര്യ വ്യക്തി ഒരു സ്വന്തം സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നതിനെ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് തടയുക, എതിർക്കുക? രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നയപരമായ അഭിപ്രായം പറയാം എന്നുള്ളതിനപ്പുറത്തേക്ക് എങ്ങനെ തടയും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. അവിടെയാണ് കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ പ്രസക്തമാകുന്നത്. നിലവിൽ കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത് ഈ കേവലം ഇങ്ങനെ അനുമതിയില്ലാതെ നടക്കുന്ന ഒരു കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ്. അത് പഞ്ചായത്തിനോട് ചോദിച്ചിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി വ്യക്തമാക്കിയത്. അപ്പോൾ നൽകിയ മറുപടി ഇതാണ്, അതായത് ഇങ്ങനെ ഒരു നിർമ്മാണത്തിൽ ഒരു അനുമതി ചോദിച്ചില്ല. അങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടം ചെറിയൊരു കെട്ടിടം പോലെ നിർമ്മിച്ചിരുന്നു. അതിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോപ്പ് മെമ്മോ പതിക്കുകയുമായിരുന്നു. ഫലത്തിൽ ഈ കോടതിയുടെ ഉത്തരവ് വന്നതോടുകൂടി ആയിരിക്കണം അത് പൂർണ്ണമായും ഇപ്പോൾ തകർന്ന ഒരു തറ മാത്രമാണ് അവിടെ അവശേഷിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് കോടതിയാണ് ഇക്കാര്യത്തിൽ ഇനിയൊരു അന്തിമമായ നിലപാട്.